ആ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു യാത്രയിലുണ്ട്. പുതിയ യാത്ര എന്ന് പറഞ്ഞാൽ പുതിയ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര. അപ്പോൾ നമ്മളെ ട്രാവൽ ഏജൻസി വഴി ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലേക്കൊക്കെ നമ്മൾ ടൂർ പാക്കേജൊക്കെ കൊടുത്ത് ഈ ദുബായ് നാഷണൽ ഡേ സംബന്ധിച്ച് അതൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ പുതിയ ഡെസ്റ്റിനേഷൻ നമ്മൾ ആഫ്രിക്കയിൽ തുറക്കുകയാണ് ടൂർ പാക്കേജ്. ഇപ്പോൾ ഞാൻ പോകുന്നത് സിംബാബ്വേയിലേക്കാണ്. ടൂർ പാക്കേജ് കൊടുക്കുന്നത് 3 കൺട്രി ക്ലബ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സിംബാബ്വെ, ബോട്സ്വാന, നമീബിയ, ഈ 3 രാജ്യത്തിന് ഈ പുതിയ ടൂർ പാക്കേജ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകണം. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇത്തോപ്യയിലേക്കാണ്. ഇത്തോപ്യയിൽ സ്റ്റേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിക്ടോറിയ വാട്ടർഫാൾ അവിടേക്കാണ് പോകുന്നത്. അത് സിംബാബ്വേയിലാണ്. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട്. ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറിൻ്റെ വെക്കേഷനൊക്കെ ആളുകൾ പല രാജ്യങ്ങൾക്ക് പോകുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യണത് ഡിസംബർ 2-ാം തീയതിയാണ് ട്രാവൽ ചെയ്യണത്. ചിലപ്പോൾ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ ട്രെയിൻ വന്നിറങ്ങിയതിന് ശേഷം വലിയൊരു ഹാളിൽ കൂടെ ഒരുപാട് ആളുകൾ, വലിയൊരു ലിഫ്റ്റ് ഇട്ടാ, വലിയ ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട്. നമ്മൾ മെട്രോ ഇറങ്ങിയേക്കുന്നത്, അതായത് ട്രെയിൻ ഇറങ്ങിയൊക്കെ താഴത്തെ ഗ്രൗണ്ട് ലെവലിലാണ്. അവിടെ നിന്ന് ലിഫ്റ്റ് കയറിയിട്ട് വേണം നമുക്ക് എയർപോർട്ടിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. അതിനുശേഷമാണ് നമുക്ക് അവിടെ ഗേറ്റിലേക്കൊക്കെ പോണത്. അതേപോലെ തന്നെ അവിടെ ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. പിന്നെ ലോഞ്ചൊക്കെ മേലെയാണ്. അപ്പോൾ നമ്മൾ നേരെ മേലേക്ക് പോവുകയാണ് ഇപ്പം. ഗേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് കണ്ടിട്ടില്ല. ഗേറ്റ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോഞ്ചിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഗേറ്റിലേക്ക് ഓടി വരാമല്ലോ. സമയം കുറവാണ് നമുക്ക്. അപ്പം അതിൻ്റെ പേരിലാണ് ഗേറ്റ് തപ്പി ആദ്യം പോകുന്നത് ഞാൻ. ഇതാണ് ലോഞ്ച് കേട്ടോ. പ്രീമിയം പ്ലാസയിലാണ് ഞാൻ പോകാൻ പോകുന്നത്. ഇവിടെ മർഹബയുണ്ട്, പ്രീമിയം പ്ലാസ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ക്രെഡിറ്റ് കാർഡിൽ ഏതിനാ ആക്സസ് എന്നുള്ളത് വെച്ചാൽ നിങ്ങളത് ചൂസ് ചെയ്യുക. ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ ആ തിരക്ക് കഴിഞ്ഞിട്ട് ചെക്കിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. ചിലപ്പോൾ ഫ്ലൈറ്റ് പോകും. ഫ്ലൈറ്റ് പോകാൻ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇനി എയർപോർട്ടിൽ എത്താൻ കുറച്ച് നേരം വഴി, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ലോഞ്ചിൽ കയറുന്നില്ല. ഇപ്പോൾ പുറത്തുനിന്ന് ഞാനൊരു സ്നാക്സും ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോക്കാം, ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടും. കാരണം ഇപ്പോൾ 9:20, ഇപ്പോൾ സമയം 8:25ആയി. 9:25-നാണ്. അപ്പോൾ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. നമുക്ക് ഇത്തോപ്യയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഫ്ലൈറ്റിൽ തന്നെ പോകണം എനിക്ക്. ഇപ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിക്കണ്ട. ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ചെയ്യുന്ന ഏരിയയിൽ ഇത്തോപ്യക്കാരൊക്കെ ഇവിടെ കാണാം നമുക്ക്. എൻ്റെ ഇരിക്കുന്നൊക്കെ ഇത്തോപ്യക്കാരാട്ടാ. വീണ്ടും ചെക്കിങ്ങിൽ പോയിട്ട് ചോദിച്ച്, അതായത് എപ്പോഴാണ് ചെക്കിങ് സ്റ്റാർട്ടായത്. ഇപ്പോൾ 1 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ് ഡിപ്പാച്ചർ ടൈമിന് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എനിക്ക് ഇവിടെ നിന്നാണ് തിരിച്ച് ലോഞ്ചിൽ പോകാനുള്ള ടൈം ഉണ്ടോ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ ബോർഡിങ് തുടങ്ങാനായിട്ട് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പോയാൽ പണി കിട്ടും. ബസ്സിന് പോയിട്ട് ഫ്ലൈറ്റിൽ കയറുകയാണ്. ആ കാഴ്ചകളൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചെക്കിങ് സ്റ്റാഫ് പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് ആയപ്പോഴത്തേനും ചെക്കിങ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ചെക്കിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്, എല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറാൻ പോവുകയാണ്. ബസ്സിൽ വെയിറ്റ് ചെയ്യണം, ബസ്സിന് പോകാനായിട്ട്. താങ്ക് യു.
അങ്ങനെ ബസ് പുറപ്പെട്ട് പാസഞ്ചേഴ്സിനൊക്കെ കയറ്റിയതിന് ശേഷം ബസ് പുറപ്പെട്ടു. ബസ് പോകുന്നത് ഫ്ലൈറ്റ് എടുക്കുന്ന ഏരിയയിലേക്കാണ്. അതായത് ഗോൾഫ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫ്ലൈറ്റ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ടാണ് ബസ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെർമിനൽ എ, അതായത് കോൺകോഴ്സ് എ എന്ന് പറയുന്ന കോൺകോഴ്സിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. അതായത് ഗ്രൗണ്ട് കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. നമ്മൾ എപ്പോഴും എയർപോർട്ട് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. പക്ഷേ ഇത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കിടക്കുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് സെക്ഷനിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണാം നമുക്ക്. ഈ പോക്കിൽ ഒരുപാട് കാണാത്ത കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ദുബായ് എയർപോർട്ടിൽ 3 ടെർമിനലാണ് ഉള്ളത് മെയിനായിട്ട്. ടെർമിനൽ 3, ടെർമിനൽ 2, ടെർമിനൽ 1. എന്താ തിരിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞാനുള്ളത് ടെർമിനൽ 3യിലാണ്. ടെർമിനൽ 3യും ടെർമിനൽ 1ഉം ഒറ്റ ലൈനിലാണ് കോൺകോഴ്സൊക്കെ കിടക്കുന്നത്. പക്ഷേ ടെർമിനൽ 2 നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഹാൻഡിങ്ങിൽ. ഞാനുൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഗ്രൗണ്ട് ഹാൻഡിങ്ങിൽ ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല. കാരണം ചെറിയൊരു തോതിൽ മാത്രം കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഇതാ കണ്ടില്ലേ, ട്രാക്ടർ ഓടിച്ചിട്ട് ഒരാൾ വരുന്നത്. ട്രാക്ടറിൻ്റെ ലഗേജ്, എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ലഗേജാണ് കൊണ്ടുപോകുന്നത്. ഇത് ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റിൽ ലോഡ് ചെയ്യണം. ഫ്ലൈറ്റിൽ ലോഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, ഹൈ ലോഡർ എന്ന് പറയുന്ന ആ എക്യുപ്മെൻ്റാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എയർബസ് 380 ആണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ ഒന്നാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. പിന്നെ ഈ കണ്ട ടെർമിനൽ, അതായത് നമ്മൾ ഇപ്പോൾ വന്ന ടെർമിനലുണ്ടല്ലോ, ആ ടെർമിനലിന് ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ഒന്നുമല്ല, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് 380ക്ക് ഉണ്ടാക്കിയ ഒരു കോൺകോഴ്സ്, അതായത് 380ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു എയർപോർട്ട് എന്ന് തന്നെ പറയാം. ലോകത്തിൽ ഒന്നേ ഉള്ളത്, അത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കോൺകോഴ്സ് എ ആണത്. മറ്റ് എയർപോർട്ടിലൊക്കെ 2 or 3 ബ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു 5 ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ദുബായ് എയർപോർട്ടിൻ്റെ കോൺകോഴ്സ് ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഒരു ഫ്ലൈറ്റ് ഡിപ്പാച്ചർ ആകുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കി. ഒരുപാട് ആളുകളുടെ അധ്വാനം കൊണ്ടാണ് ഒരു ഫ്ലൈറ്റ് ഡിപ്പാച്ചറായി പോകുന്നത്. സ്പെഷ്യലി എയർപോർട്ടിൻ്റെ, അതായത് ഫ്ലൈറ്റിൻ്റെ ഒരു നട്ടെല്ലാണെന്ന് പറയാം ഗ്രൗണ്ട് ഹാൻഡ്ലിങ്. ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ ഇല്ലെങ്കിൽ ഫ്ലൈറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്ലൈറ്റിന് തിരിച്ചു പോകാനോ പറ്റില്ല. കാരണം A to Z കാര്യങ്ങൾ അതിൻ്റെ താഴെ, അതായത് ഗ്രൗണ്ട് ലെവലിൽ ആളുകൾ ചെയ്താൽ മാത്രമേ ഒരു ഫ്ലൈറ്റിന് പൂർണ്ണമായിട്ടുള്ള ഡിപ്പാച്ചറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇവിടെ ലോകത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലൈറ്റുകൾ ദുബായിൽ വരുന്നുണ്ട്. അതിൽ നല്ല സർവീസൊക്കെ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള സർവീസുകളും ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ മാത്രമല്ല കേട്ടോ, കസ്റ്റമർ സർവീസ് മറ്റെല്ലാ മേഖലകളിലും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഡനാറ്റ, ദുബായ് നാഷണൽ എയർപോർട്ട് ട്രാവൽ ഏജൻറ്റ്. ഇത് ദുബായ് എയർപോർട്ട് ഉണ്ടായ കാലം മുതൽ ഇവിടെ ഉള്ളൊരു സർവീസാണ്. അതായത് എമിറേറ്റ്സ് ഉണ്ടാവുന്നതിന് മുന്നാണ് ഈ ഡനാറ്റ എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനി ലോകത്തിൻ്റെ വ്യത്യസ്ത എയർപോർട്ടിലൊക്കെ ഇപ്പോൾ ഇവരുടെ ബ്രാഞ്ച് ഓപ്പണാണ്. പല രാജ്യങ്ങളിലും ഇവരിപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് ഡനാറ്റ. നമ്മളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇത്തോപ്യയിലേക്ക് പോകാൻ പോകുന്നത് 777-200 LR എന്ന് പറയുന്ന ഫ്ലൈറ്റാണ്. Stagnant under breath.
ഇന്ത്യ. നമ്മ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോണത് എമിറേറ്റ്സിൻ്റെ 777-200 LR എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് കേട്ടോ. അതായത് ലോങ് റേഞ്ച്. അത് എമിറേറ്റ്സിൽ ഉള്ളതിൽ ഏറ്റവും ചെറിയ എയർക്രാഫ്റ്റാണ്. ചെറിയ എയർക്രാഫ്റ്റ് പറയുമ്പോൾ വളരെ ചെറുതല്ല. നമ്മൾ ഇൻഡിഗോ അങ്ങനെയുള്ള ഇതൊന്നും ചിന്തിക്കേണ്ട. കാരണം 777 ഗ്രൂപ്പിൽപ്പെട്ട ഫ്ലൈറ്റിലാണ് നമ്മൾക്ക് പോകുന്നത്. Safety always comes first. No way. Cause I just can't stay here. Stagnant under pressure. Let me guide you. Cause there ain't no way. Feel like taking over. Cause there ain't no way. അങ്ങനെ ഫ്ലൈറ്റ് നല്ല സ്പീഡിലായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിൽ പോയി ഇതാ പൊന്താനുള്ള തയ്യാറെടുപ്പിലാണ് എമിറേറ്റ്സ്. അപ്പോൾ ഇവിടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ വന്നിറങ്ങുമ്പോൾ, UAE വന്നിറങ്ങുമ്പോൾ, അതായത് ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ താഴെ നമുക്ക് ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ വെറും പൊടിപടലങ്ങൾ മാത്രമാണ് കാണുക. ഇപ്പം അതെല്ലാം സ്ഥിതിയൊക്കെ മാറി. നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ, ഇറങ്ങുന്ന ടൈമിലോ അല്ലെങ്കിൽ പൊന്തുന്ന ടൈമിലോ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മാറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചെടികൾ, അതായത് സസ്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതിൻ്റെ പേരിൽ നമുക്ക് പച്ചപ്പ് കാണാം. കണ്ടില്ലേ? ഇങ്ങപ്പോൾ കണ്ടില്ലേ? ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പച്ചപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. 2004 ഞാൻ ആദ്യമായിട്ട് UAE വരുന്നത്. അന്ന് നമുക്ക് ഇങ്ങനെയുള്ള പച്ചപ്പോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. ഇപ്പം റെസിഡൻസ് ഏരിയ പോലും ഈ ഭാഗത്ത് മാത്രമല്ല, അതായത് നമ്മൾ ഏത് സ്ഥലത്താണ് ദുബായിലുള്ളത് ആ ഏരിയയിലൊക്കെ ഇവർ പച്ചപ്പ് ട്രീകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ഈ മരുഭൂമി പച്ചപ്പാക്കി മാറ്റാനായിട്ട്. തീർച്ചയായിട്ടും അത് മാറുക തന്നെ ചെയ്യും. ഒരു കാലത്ത് ലോകത്തിൻ്റെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ് ദുബായ്. ഫ്ലൈറ്റ് പൊന്തി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ടേബിളൊക്കെ നിർത്തി റെഡിയാക്കി വെച്ച് ഇതാ ഭക്ഷണം വന്ന്. ഭക്ഷണം ദേ കണ്ടില്ലേ, ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതാ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അവിടെ ഒരു കയ്യിൽ ക്യാമറയും ഒക്കെ കാരണം നിങ്ങളെ കാണിക്കാൻ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു എനിക്ക്. എന്നാലും ഞാൻ കാണിച്ചത് ഇത് കണ്ടില്ലേ, ഒരു ചീസാണത്, പിന്നെ ഒരു ബട്ടർ, പിന്നെ കാണുന്നതാണ് അത് നമുക്ക് ജാമാണ് വരുന്നത്. ജാം ബ്രെഡ് ബന്നുണ്ട്, ബന്നിൽ കൂട്ടി കഴിക്കാനുള്ള ജാമാണ് കാണിച്ചത്. പിന്നെ ഫ്രൂട്ട്സ് സലാഡ് അല്ല ഫ്രൂട്ട്സ് സോറി. പിന്നെ ഒരു സ്വീറ്റ്സ്, ഡെസേർട്ട് സ്വീറ്റ്, പിന്നെ അത് ഒരു ചോക്ലേറ്റ് ആണ്, ഈത്തപ്പഴം കൂട്ടിയിട്ടുള്ള ചോക്ലേറ്റ്. ഞാനേ ഡിസംബർ 2 നാഷണൽ ഡേ ട്രാവൽ ചെയ്ത കാരണം അത് നാഷണൽ ഡേ സ്പെഷ്യലാണ്. അതേപോലെ തന്നെ ഇത് നോമ്പിന് കൊടുക്കും കേട്ടോ. നോമ്പ് കാലത്ത് ഈ സാധനം കിട്ടും നമുക്ക്. ഇതുപോലത്തെ ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അത് കൂടാതെ ഒരു ഓട്സിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഓട്സ്, റോസ്റ്റഡ് ഓട്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് ചൂടുവെള്ളം ചോദിച്ചാൽ ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് കഴിക്കാം. പിന്നെ ഞാൻ മേടിച്ചത് ആപ്പിൾ ജ്യൂസാണത്. പിന്നെ ഒരു ബന്ന് ആ ചോക്ലേറ്റ് താഴെ പോയതിൻ്റെ ഇടയിൽ ഒരു കുപ്പി വെള്ളമുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇനി ചോദിച്ചാലും ഭക്ഷണം കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഭക്ഷണ കാഴ്ചകൾ എമിറേറ്റ്സിലെ.
ഇതേ ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഉള്ളിൽ കിട്ടണം നാട്ടിൽ ഓംപ്ലേറ്റും അതേപോലെ തന്നെ സോസേജാണ്. പിന്നെ ആ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നത് കട്ട്ലേറ്റ് അല്ല, കട്ട്ലേറ്റ് പോലെ തന്നെ വെജിറ്റബിളിൻ്റെ ആണ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന കൂണിൻ്റെ എന്തോ ഒരു സലാഡാണ് ഈ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഫ്ലൈറ്റിലെ ഫുഡ് ഉണ്ടായത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് വിശ്രമിക്കാമെന്ന് ചോദിച്ചു. കുറച്ചൊന്ന് ഉറങ്ങി. അതിനുശേഷം ഇത്തോപ്യ എത്തി. ആദ്യമായിട്ടാണ് ഞാൻ ഇത്തോപ്യയിലേക്ക് വരുന്നത്. ഇതിന് മുന്നേ മറ്റൊരു ആഫ്രിക്കൻ കൺട്രി വന്നെന്ന് പറയുന്നത് കെനിയയിലാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തൊരു എൻ്റെ ചാനലിൽ പോയിട്ട് കാണാം. കെനിയൻ വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ. ഫ്ലൈറ്റ് അങ്ങനെ നീണ്ട 5.5 മണിക്കൂറിന് ശേഷം ഇത്തോപ്യയിൽ എത്തിയിട്ടുണ്ട്. ഇത്തോപ്യയിൽ ഏഡിസ് അബാബ എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന ഫ്ലൈറ്റ് കണ്ടില്ല. താഴെ നല്ല കാഴ്ചകളൊക്കെയാണ്, നല്ല വലിയ പച്ചപ്പും അതുപോലെ തന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള എല്ലാ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ഇപ്പം തന്നെ ഇറങ്ങും. കണ്ടില്ല, ഏറ്റവും അടുത്തെത്തി. ഏഡിസ് അബാബ ടൗണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ. എന്ത് മനോഹരമാണ് അല്ലേ. ഇത് രാത്രിയാണെങ്കിൽ ഒരു പക്ഷേ നല്ല ഇതിനേലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഇറങ്ങുന്നത് ഞാൻ ഉച്ചക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. ഉച്ചക്ക് 12:30 ആകുമ്പോഴാണ് അവിടെ ഇറങ്ങുന്നത്. ഏഡിസ് അബാബ സമയം 12:30ക്കാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ. ഏകദേശം ഫ്ലൈറ്റ് ഇറങ്ങാറായിട്ടുണ്ട്. കാണുന്നു, റൺവേ കണ്ടു തുടങ്ങി. ഫ്ലൈറ്റ് ഇപ്പം ടച്ച് ഡൗൺ ആവും. ഇപ്പം ആവും. ചെറിയൊരു ഫ്ലൈറ്റ് പോലെ നോക്കിയേ. ഇപ്പം ടച്ച് ഡൗൺ ആവും കേട്ടോ. ടച്ച് ഡൗൺ ആയി. ഫ്ലൈറ്റ് ടച്ച് ഡൗൺ ആയി. കണ്ടില്ലേ, ഒരു കുലുക്കവും ഇല്ല കേട്ടോ ഫ്ലൈറ്റ് ടച്ച് ഡൗൺ ആയപ്പോൾ. അതാണ് നമ്മളെ എമിറേറ്റ്സിൻ്റെ 777 ഒക്കെ ഗുണം. Welcome to Addis Ababa Bole International Airport. The local time now is 12. ഇത്തോപ്യ എയർപോർട്ടിൽ നിന്ന് നമുക്ക് നാളെയാണ് കേട്ടോ ഫ്ലൈറ്റ്. അതുകൊണ്ട് നമ്മൾ ഈ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം അത്ര നേരം. നാളെ രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാനിപ്പോൾ എത്തിയേക്കുന്നത് 12 മണി ഉച്ചക്ക്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇത്തോപ്യ ട്രാൻസ്ഫർ ഏരിയയിൽ വന്നേക്കാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവിടെ ട്രാൻസ്ഫർ ഏരിയയിൽ. നമുക്ക് ലോങ് വെയിറ്റിംഗ് ആണ്. പിന്നെ കുറച്ച് ചോദിക്കണം. പിന്നെ ഇവിടെ ഇത്തോപ്യൻ ഡ്യൂട്ടി ഫ്രീ ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഡ്യൂട്ടി ഫ്രീ മാത്രമല്ല. പിന്നെ താഴത്തുനിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കോർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പറ്റിയ ഭക്ഷണം കഴിക്കണം, വെയിറ്റ് ചെയ്യണം. ഒരുപാട് ടൈമുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് പ്ലാനിങ് എൻ്റെ. ഇവിടെ ഇരുന്നിട്ട് ഇവിടം വരെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റിൽ പോണ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് വരും. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. വിക്ടോറിയ വാട്ടർഫാൾ. പിന്നെ ഇവിടെ ഒരു ഷോപ്പിൽ ഇത്തോപ്യൻ സ്പെഷ്യൽ കോഫികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തോപ്യ കോഫിയുടെ കാര്യത്തിൽ കുറച്ച് മുന്നിലാണ്. Baba